16ാം കേരള നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. കേരളം ആര് ഭരിക്കണമെന്ന് 2.71 കോടി വോട്ടർമാർ വിധി എഴുതി തുടങ്ങി. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വോട്ടിംഗ് ദിനത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. അതിപ്രധാനമായ തിരഞ്ഞെടുപ്പാണിതെന്നും വികസന തുടർച്ചയ്ക്ക് LDF വരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. പിണറായിയിലെ മുണ്ടയോട് 105 നമ്പർ ബൂത്തിലാണ് മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം എത്തി വോട്ട് ചെയ്തത്. അതേസമയം 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ തിരിച്ചു വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. VD സതീശൻ പറവൂരിലെ കേസരി മെമ്മോറിയൽ കോളേജിലാണ് കുടുംബത്തോടൊപ്പം എത്തി വോട്ട് ചെയ്തത്. മാറ്റം വരുമെന്നും ജനം മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ നേമത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ആദ്യ മണിക്കൂറുകളിൽ ശക്തമായ പോളിംഗ് ആണ് സംസ്ഥാനത്തുടനീളം രേഖപ്പെടുത്തുന്നത്. സമയം 11:30 കഴിഞ്ഞപ്പോൾ തന്നെ വോട്ടിംഗ് ശതമാനം 33.28% പിന്നിട്ടിരിക്കുകയാണ്. 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. 883 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കാനായി 2.71 കോടി വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ജില്ല തിരിച്ചുള്ള പോളിംഗ് ശതമാനം ഒന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം 33.37%, കൊല്ലം 32.10%, പത്തനംതിട്ട 29.70%, ആലപ്പുഴ 32.40%, കോട്ടയം 32.30%, ഇടുക്കി 30.10%, എറണാകുളം 35.40%, തൃശൂർ 30.20%, പാലക്കാട് 35.80%, മലപ്പുറം 32.40%, കോഴിക്കോട് 32.30%, വയനാട് 34.10%, കണ്ണൂർ 26.36%, കാസർഗോഡ് 29.40%. ഇതുവരെ ഏറ്റവും കൂടുതൽ പോൾ ചെയ്ത ജില്ല എറണാകുളവും ഏറ്റവും കുറവ് പോളിംഗ് കണ്ണൂരുമാണ്. എറണാകുളത്ത് പോൾ ചെയ്തത് 35.40%, കണ്ണൂര് 26.36%. തിരഞ്ഞെടുപ്പ് വാർത്തകളുടെ തത്സമയ അപ്ഡേറ്റുകളുമായി 114 ന്യൂസ് ടീം നിങ്ങളോടൊപ്പമുണ്ട്.